GIB എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എക്സാം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു എക്സാം ആയിരുന്നു. ഏതായാലും കഴിഞ്ഞ എക്സാമിനെ പോലെ അത്ര ഡിഫിക്കൽട്ട് ഒന്നും അല്ല. പിന്നെ അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്ന ശേഷം എന്റെ സ്റ്റഡി ടേബിൾ ആകെ ഒരു അലമ്പായി കിടക്കായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം. അങ്ങനെ ഇതുപോലത്തെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നാല് ഞാൻ ഒന്നുകൂടി എന്റെ സ്റ്റഡീസ് ഒക്കെ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് റിവൈസ് ചെയ്തു പോകും. അതാകുമ്പോൾ കുറച്ച് പുതിയതായിട്ടൊന്നും പഠിക്കാതെ ആ പഠിച്ചത് തന്നെ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ മൈൻഡ് കുറച്ച് റിലാക്സ് ആയിരിക്കും. ഒരു എക്സാം കഴിഞ്ഞ് വീണ്ടും പുതിയ ടോപ്പിക്സ് നമ്മുടെ മൈൻഡിലേക്ക് ആഡ് ചെയ്യുമ്പം എല്ലാം മൊത്തം ആകെ കൺഫ്യൂഷൻസ് ആവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. എല്ലാവർക്കും എക്സാം ഒക്കെ ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നതിന്റെ അന്ന് രാത്രി സ്റ്റഡി ടേബിൾ വൃത്തിയാക്കുന്നതാണ്. ഇനി ഇന്ന് ടോപ്പിക്സ് ഒക്കെ എഴുതി വെച്ച് ഇന്ന് കുറച്ച് റിലാക്സ് ആയി കിടന്ന് നാളെ തൊട്ട് വീണ്ടും സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഇന്ന് ആകെ മൊത്തം ടയർഡായി, ഇന്നൊന്നും നടക്കില്ല. അപ്പൊ അങ്ങനെ അധികം രാവിലെ ഒന്നുമല്ല, ഒരു 5:30 ആകുമ്പോഴേക്കും ഞാൻ ഇന്ന് എണീറ്റിട്ടുണ്ടായി. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞതിന്റെ ഒരു ഇതില് ഞാൻ കുറച്ച് ലേറ്റായി, 5:30 ആയിട്ടുണ്ട് ഇന്ന്. സാധാരണ കുറച്ചുകൂടി നേരത്തെ എഴുന്നേക്കാറുള്ളതാ. അപ്പൊ അങ്ങനെ എണീറ്റ ഉടനെ തന്നെ പ്ലാൻ കിങ്ഡം ചാപ്റ്റർ ആണ് റിവൈസ് ചെയ്യുന്നത്. ആൻഡ് എക്സാംസിന് വന്ന ക്വസ്റ്റ്യൻസ് ഓരോന്നും ഈ റിവൈസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ കാണും. അപ്പൊ അത് കുറച്ചുകൂടി ഒന്ന് നന്നായി ഹൈലൈറ്റ് ചെയ്ത് വെച്ച് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ പിന്നീടുള്ള എക്സാമിന് നല്ല സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് പോലെ തോന്നാറുണ്ട്. അങ്ങനെ പ്ലാൻ കിങ്ഡവും പിന്നെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ലാസ്റ്റിലോട്ടുള്ള ബാക്ടീരിയസിന്റെ ഒക്കെ പാർട്ട് അതുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് പിന്നെ പുറത്തൊക്കെ നല്ല മഴയാ, കിടന്നുറങ്ങാനൊക്കെ പറ്റിയൊരു ആംബിയൻസ്. അങ്ങനെ ഞാൻ മോഷൻ ഇൻ എ പ്ലെയിനിലെ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്നുകൂടെ ചെയ്തു നോക്കാന്ന്. മെറ്റീരിയൽസിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്തു നോക്കുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണം ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി ചെയ്യുമ്പോൾ ആ ഒരു പോർഷൻസും ടോപ്പിക്സ് ഒക്കെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽസിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കാറുണ്ട്. കറന്റ്ലി ഞാനൊരു 2-3 മെറ്റീരിയൽസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇനി എക്സാം ഒക്കെ എടുക്കാറാകുമ്പോഴേക്കും ജാനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും ആവശ്യമുണ്ടെങ്കിൽ വേറെ മെറ്റീരിയൽസ് വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നമുക്ക് സൈലത്തിന്റെ മെറ്റീരിയൽസ് തന്നെ മതിയാവും. അങ്ങനെ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കുറച്ച് ടയർഡായപ്പോൾ ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കി കുടിച്ച്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കെമിസ്ട്രിയും കൂടെ ബേസിക് കൺസെപ്റ്റിന്റെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി കൂടെ വർക്ക്ഔട്ട് ചെയ്ത് അപ്പോഴേക്കും ലഞ്ചിന്റെ ടൈമായി. അങ്ങനെ പെട്ടെന്ന് ലഞ്ചൊക്കെ കഴിച്ച് വന്ന് ലൈവ് ക്ലാസ് കാണാനുണ്ടായി. അത് കണ്ടു തീർത്ത് പിന്നെ ഒരു പെൻഡിങ് ക്ലാസ് ഉണ്ടായി, അതുകൂടെ ഒന്ന് കാണണമെന്ന് വെച്ചതാ. പക്ഷെ ഞാൻ ഇന്ന് അതിന് ടൈം കിട്ടുമെന്നറിയില്ല, കാരണം എനിക്ക് സ്ട്രക്ചർ ഓഫ് പാറ്റേൺ റിവൈസ് ചെയ്യാനുണ്ട്. പിന്നെ ബേസിക് കൺസെപ്റ്റിലെ കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്, അതുകൂടെ വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ആക്ച്വലി ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞില്ല. യൂട്യൂബ് ചാനലിൽ ആൻസറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഓൺലൈനായിട്ട് ഒന്നുകൂടെ നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതുകൂടി ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ബേസിക് കൺസെപ്റ്റിലെയും മോഷന്റെ സ്ട്രേറ്റ് ലൈനിലെയും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആനിമൽ കിങ്ഡത്തിലെ കുറച്ച് ഫൈലംസും കൂടെ റിവൈസ് ചെയ്ത് ബയോളജി ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് NCERT വായിച്ചു പോയി. പിന്നെ സൈലത്തിന്റെ DPP ഒന്ന് വായിച്ചു പോയി. എത്ര തവണ ബയോളജി വായിക്കാൻ പറ്റുന്നോ അത്രയും നല്ലത് എന്നല്ലേ പറയാറ്. അങ്ങനെ എല്ലാ ടോപ്പിക്സും ഒന്ന് വായിച്ചിട്ട് എത്രയൊക്കെ ശ്രദ്ധിച്ചാലും എനിക്ക് ഡയഗ്രാംസ് ഒന്നും അധികം അങ്ങോട്ട് സെറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ എക്സാമിന്റെ ലാസ്റ്റ് ടൈമിലാണ് ഞാൻ ഈ ഡയഗ്രാംസ് ഒക്കെ നോക്കി വെക്കാറ്, കാരണം അതൊക്കെ പെട്ടെന്ന് മറന്നു പോകും. അങ്ങനെ ഇന്നത്തെ ടോപ്പിക് ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈനും പ്ലാൻ കിങ്ഡം, ആനിമൽ കിങ്ഡം, ബേസിക് കൺസെപ്റ്റും സ്ട്രക്ചർ ഓഫ് ആറ്റവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ വീണ്ടും ഇതേപോലത്തെ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇതുവരെ ഈ ഒരു GIB എക്സാമിന് വരെ ഉള്ള ചാപ്റ്റേഴ്സ്, ഈ കഴിഞ്ഞ എക്സാമിന് വരെ ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സൊക്കെ ഇതേപോലെ റിവൈസ് ചെയ്തതിന് ശേഷം പുതിയ ടോപ്പിക്സ് പഠിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമായിട്ട് തോന്നാറുണ്ട്, കാരണം പുതിയ ടോപ്പിക്സ് ഒന്നും പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിനിലോട്ടേക്ക് കൊടുക്കുന്നില്ലല്ലോ. നമ്മൾ പഠിച്ച കാര്യം തന്നെ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആ ഒരു കാര്യം ഓർമ്മയിൽ നിൽക്കുന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു.